അപ്പോൾ നമ്മൾ വീണ്ടും വന്നു. ഇതിൽ നമ്മൾ മൊഡ്യൂൾ 4 ആണ്. പറഞ്ഞു തന്നെ ഫാസ്റ്റ് റിവിഷൻ ആണ്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വല്ലവരും ഇപ്പോൾ ഞാനൊന്നും പഠിച്ചില്ലടാ എന്താ ചെയ്യടാ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക. സംഭവം അയച്ചെടുത്താൽ മതി. ലാസ്റ്റ് മിനിറ്റ് ഇതൊക്കെ നമുക്ക് പറ്റുന്നൊക്കെ ഇത് പറയാം. ഇത് അയച്ചു കൊടുക്കും. ബേസിക്കലി മൊഡ്യൂൾ 4 നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നോക്കാൻ പോവാണ്. ഇത് ഒന്നെങ്കിൽ ഇത് ആദ്യം പഠിക്കാനായിട്ട് മുമ്പ് കാണുക, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ റിവിഷൻ പോലെ കാണുക. അല്ല ഇത് രണ്ടും അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ലാസ്റ്റ് ഒന്നും പഠിച്ചിട്ടില്ലെന്നായിരിക്കും, അപ്പോൾ ഇത് കാണും. എങ്ങനെയായാലും ഇത് കാണുക. ഫാസ്റ്റ് റിവിഷൻ ആണ്. ഇത് നമ്മൾ ടോപ്പിക്സ് വലിയൊരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനത്തെ സംഭവം ഒന്നല്ല. പെട്ടെന്ന് അങ്ങനെ ചടപടാതെ നമുക്ക് എന്ത് ലാസ്റ്റ് മിനിറ്റിൽ എന്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആ സംഭവമാണ് നമ്മളിത് ചെയ്യാൻ പോകണം. ഇപ്പോൾ മൊഡ്യൂൾ 4 അത്യാവശ്യം ലെങ്തി ആണ്. മൊഡ്യൂൾ 4 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് കാര്യം പിടികിട്ടിയാൽ നമുക്ക് പിന്നെ അതിനനുസരിച്ച് നമ്മൾ ചറപറ നമുക്ക് എഴുതാൻ വേണ്ടോ സംഭവത്തിൽ. അപ്പോൾ കാര്യം പിടികിട്ടിയാൽ മതി. അതിനായിട്ടാണ് ഈ വീഡിയോ. സോ അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. നോക്കാം. So inspection and quality control. Inspection is a process of checking and acceptability of the product. ഒരു പ്രൊഡക്റ്റ് അത് നമുക്ക് ആക്സെപ്റ്റബിൾ ആണോ അല്ലെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ഇൻസ്പെക്ഷൻ. അപ്പോൾ പിന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ളതിനും നോൺ ഡിഫക്റ്റീവ് ഐറ്റംസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ഇൻസ്പെക്ഷൻ. ഡിഫക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് കണ്ടുപിടിക്കും. അത് എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫക്റ്റ് എന്ന് കണ്ടുപിടിക്കും. ക്വാളിറ്റി കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് എ മീൻസ് ബൈ വിച്ച് ശരിക്കുള്ള ക്വാളിറ്റി പെർഫോമൻസ് നമ്മൾ കാണാൻ പറ്റുന്നതും ഒപ്പം തന്നെ അത് നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതും. എന്നിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തി അത് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഒബ്സർവ്ഡ് ക്വാളിറ്റി പെർഫോമൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തുക. അതാണ് ക്വാളിറ്റി കൺട്രോൾ. Inspection, it is one of the function of a quality control. Inspection, quality control, it includes അതിൽ quality maintenance, quality assurance വരും. ഇൻസ്പെക്ഷനിൽ പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ആണോ അല്ലേ എന്നാണ് കണ്ടുപിടിക്കുന്നത്. ക്വാളിറ്റി കൺട്രോളിൽ പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആണ് നോക്കുന്നത്. ഇതിൽ ഡിഫക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് വളരെ വലിയൊരു സംഭവമാണ്. ഇതിൽ കൺസേൺ വിത്ത് പ്രിവെൻഷൻ ഓഫ് ഡിഫക്റ്റ് വരാതിരിക്കാനാണ് നോക്കുന്നത്. ഡസ് നോട്ട് ഡീൽ വിത്ത് എനി കറക്റ്റീവ് ആക്ഷൻ ആയിട്ട് ഡീൽ ചെയ്യാൻ ഇൻസ്പെക്ഷനിൽ കറക്റ്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യണം. ഡസ് നോട്ട് കൺട്രോൾ പ്രൊഡക്ഷൻ പ്രോസസ്. ഇതിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ട് ക്വാളിറ്റി കൺട്രോളിൽ. ഈ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ 100% ഇൻസ്പെക്ഷൻ. ഇത് എല്ലായിടത്തും ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ ഒരെണ്ണം ബാച്ച് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ 2-3 സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതും പറഞ്ഞില്ലേ 100% ഇൻസ്പെക്ഷൻ, കെയർഫുൾ ഇൻസ്പെക്ഷൻ ഇൻ ഡീറ്റെയിൽ ക്വാളിറ്റി ആൻഡ് എവറി സ്ട്രാറ്റജിക് പോയിന്റ്. Say the manufacturer, the test is involved in a non-destructive and every single piece is separate. ഓരോ സിംഗിൾ പീസ് നമ്മൾ സെപ്പറേറ്റ് സാമ്പിളിങ്ങിൽ നമ്മൾ ഒരു ബാച്ചിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ സാമ്പിളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. അതാണ് ഇത്. പിന്നെ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ട്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട്. റാൻഡം സാമ്പിളിംഗ് നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പിൾ ഡിസൈൻ ചെയ്തതോ എവറി മെമ്പർ ഓഫ് പോപ്പുലേഷൻ ഹാസ് ഈക്വൽ പ്രോബിലിറ്റി ഓഫ് ബീങ് ചോസൺ. സ്ട്രാറ്റജിക് പ്ലാനിങ്, വിത്ത് സ്ട്രാറ്റജിക് പ്ലാനിങ് പോപ്പുലേഷൻ നമ്മൾ ഒരു കൂട്ട സംഭവങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇത്ര ഇത് വെച്ചിട്ട് നമ്മൾ സാമ്പിൾ ചെയ്തെടുക്കുന്നത്. റാൻഡം ആയിട്ട് സാമ്പിൾ ചെയ്യുന്നതാണ് ഇത്. നാഷണൽ സർവീസിലൊക്കെ നമ്മൾ ഇതാണ് ചെയ്യുക. പിന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ് മീൻസ് പോപ്പുലേഷൻ സ്പ്ലിറ്റ് ഇൻറ്റു ഗ്രൂപ്പ്സ് ഓഫ് ക്ലസ്റ്റർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ റാൻഡം ചോയ്സ് ഓഫ് ക്ലസ്റ്റർ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് ഇതിൽ തന്നെ ചെയ്യുക. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ഫസ്റ്റ് സാമ്പിൾ സെലക്ടഡ് അറ്റ് റാൻഡം ആൻഡ് ദ റിമൈനിങ് യൂണിറ്റ്സ് ആർ സെലക്ടഡ് ഫിക്സ്ഡ് ഇന്റർവൽ. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. മെറ്റീരിയൽ ടെസ്റ്റിംഗ് മെത്തേഡ്സ് എല്ലാതും നമ്മൾ ഡിസ്ട്രിക്റ്റീവ് ടെസ്റ്റ് മെത്തേഡ്, നോൺ ഡിസ്ട്രിക്റ്റീവ് ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. ഡിസ്ട്രിക്റ്റീവ് ടെസ്റ്റ് മെത്തേഡിൽ ടെൻസൈൽ ടെസ്റ്റ്, ബെൻഡ് ടെസ്റ്റ്, ഇംപാക്ട് ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്. നോൺ ഡിസ്ട്രിക്റ്റീവ് എക്സ്റേ റേഡിയോഗ്രഫി, ഗാമാ റേ റേഡിയോഗ്രഫി, ഇതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന ടെസ്റ്റിംഗ് മെത്തേഡ്സ്. സ്റ്റാറ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഈ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ എന്നിട്ട് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം യൂസിങ് സ്റ്റാറ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് കൺട്രോൾ ചാർട്ട്, ചെക്ക് ഷീറ്റ്, സാമ്പിൾ അങ്ങനെ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണത്. അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓരോ സംഭവത്തിൻ്റെ ക്വാളിറ്റി ആസ് പെർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനാണ് നമ്മൾ ചെയ്യണത് ഡിറ്റർമൈൻ ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ കൺട്രോൾ ചാർട്ട് യൂസിങ് സ്റ്റാറ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ചാർട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ മോഡ് ഓഫ് കൺട്രോൾ ചാർട്ട്, സെൻട്രൽ ലൈൻ. The control limits are the values between which the measurement made are expected to fall. If assigned cause of violation occurs, one of the control limit will be exceeded, indicating that there is some problem with the current manufacturing process. The point outside this line shows that the change has occurred in the manufacturing process. Variables or measurement charts. The control chart for variable is used to monitor characteristics that can be measured and have a range of values such as height, weight, volume അങ്ങനെ സാധനങ്ങളൊക്കെ. കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന 6 സിഗ്മ എക്സ് ചാർട്ട് എന്നൊക്കെയാണ്. X bar chart, attribute chart. Control chart for attributes used to monitor characteristics that have discrete values can be counted.
പിന്നെ നല്ല സ്റ്റെപ്പ് അപ്പോൾ അതിൽ കൺസിഡർ ചെയ്യുന്ന ടാസ്ക് അത് ജസ്റ്റ് നോക്കി പോകാൻ വേണ്ടോ, അത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കും, അപ്പോൾ അത് ജസ്റ്റ് നോക്കി പോകാൻ വേണ്ടോ, പ്രോബ്ലം ചോദിച്ചു അപ്പോൾ അത് നോക്കണം. പിന്നെ പ്രോസസ് ക്യാപബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ എബിലിറ്റി ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ് ടു മീറ്റ് ഓർ എക്സീഡ് പ്രീസെറ്റ് കൺസിഡർ. നമ്മൾ പ്രീസെറ്റ് ആയി വെച്ച സ്പെസിഫിക്കേഷൻ അത് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് പ്രോസസ് ക്യാപബിലിറ്റി. പ്രോസസ് ക്യാപബിലിറ്റി സ്റ്റഡീസ് ഹെൽപ്പ് ടു നോ ദാറ്റ് എന്തുകൊണ്ടാണ് പ്രോസസ് ഫെയിൽ ചെയ്യണത് നമുക്ക് അറിയാൻ പറ്റും പ്രോസസ് ക്യാപബിലിറ്റി ചെയ്യുമ്പോൾ. Process capability involves evaluating process variability related to preset product specification in order to determine whether the process is capable of producing an acceptable product. Acceptance sampling. Acceptance sampling നമ്മൾ സ്റ്റാറ്റിക്കലായിട്ട് സാമ്പിളിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സാമ്പിളിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് പ്രൊഡക്ഷൻ ലോട്ട് ഓഫ് മെറ്റീരിയൽ. ആക്സെപ്റ്റൻസ് സാമ്പിൾസ് നമ്മൾ റാൻഡംലി ആയിട്ട് സെലക്ട് ചെയ്യുക, സ്മോൾ നമ്പർ ഓഫ് റാൻഡം സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ കൺക്ലൂഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതിനാണ് ലോട്ട് എന്ന് പറയുക. അപ്പോൾ സാമ്പിളിംഗ് പ്ലാൻസ് സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻസ് ഉണ്ട്, ഡബിൾ സാമ്പിളിംഗ് പ്ലാൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ സാമ്പിളിംഗ് പ്ലാൻസ് ഉണ്ട്. സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻസിൽ നമ്മളൊരു സാമ്പിളിംഗ് പ്ലാൻ എടുക്കും, 1 സാമ്പിൾ ഓഫ് ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യുന്നത് റാൻഡം നിന്ന്, എന്നിട്ട് അതൊന്ന് ഒരു ലോട്ട് എടുത്തിട്ട് ആ നാച്ചുറൽ ലോട്ട് ഇസ് ഡിറ്റർമൈൻ വിത്ത് റിസൾട്ട് ഇൻഫോർമേഷൻ. ഡബിൾ സാമ്പിളിംഗ് പ്ലാൻസിൽ ഡബിൾ സാമ്പിളിംഗ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സാമ്പിൾ ദാറ്റ് ലോട്ട് എ സെക്കൻഡ് ടൈം ഇഫ് ദ റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് സാമ്പിൾ ശരിയായില്ല നമ്മൾ സെക്കൻഡ് എടുക്കുന്നുണ്ട്, ഡബിൾ സാമ്പിളിംഗ്. മൾട്ടിപ്പിൾ സാമ്പിളിംഗ് ഇത് എക്സ്റ്റൻഷൻ ഓഫ് ഡബിൾ സാമ്പിളിംഗിന്റെ എക്സ്റ്റൻഷൻ ആണ്. മോർ ദാൻ 2 സാമ്പിൾസ് ആർ നീഡഡ് ടു റീച്ച് എ കൺക്ലൂഷൻ, അതാണ് മൾട്ടിപ്പിൾ സാമ്പിളിംഗ് പ്ലാൻസ്. പിന്നെ റിലയബിലിറ്റി നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടെന്നിരിക്കുക, അപ്പോൾ അതിന് നമ്മൾ അത് എന്ത് ഫംഗ്ഷനാണ് ഇത് പെർഫോം ചെയ്യാൻ അത് നമ്മൾ ഉണ്ടാക്കിയത്, ആ എത്രത്തോളം കാലം അത് പെർഫോം ചെയ്യുമെന്ന് നോക്കണം, അതാണ് റിലയബിലിറ്റി. മനസ്സിലായില്ലേ? പ്രോബിലിറ്റി ദാറ്റ് ദ യൂണിറ്റ് പെർഫോംസ് ഇറ്റ്സ് ഇൻറ്റൻഡഡ് ഫംഗ്ഷൻ adequately for a given period of time under stated operating condition. ഇന്ന കണ്ടീഷനിൽ നമ്മൾ ഈ പറയുന്ന കണ്ടീഷനിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്രകൊണ്ട് കാലം ഇത് നിൽക്കുന്നതാണുള്ളതാണ് റിലയബിലിറ്റി. റിലയബിലിറ്റിന് സിംപ്ലസ്റ്റ് പ്രോബിലിറ്റി ദാറ്റ് ഫെയിലിയർ മേ നോട്ട് ഒക്കർ ഇൻ ദി ഗിവൻ ഇന്റർവൽ ഓഫ് ടൈം. അതിൽ പല ഡെഫിനിഷൻസ് ഉണ്ട്. ഫംഗ്ഷൻ ഇക്വലി ബിഫോർ ചേഞ്ച് ആർ ടി, സോ ആർ ഓഫ് ടി ആർ ഫംഗ്ഷൻ ഓഫ് ടി ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു 1 ആണെങ്കിൽ ഡിഫെക്റ്റ് അസ്യൂമിംഗ് ദാറ്റ് ഡോക്യുമെന്റ് ഇസ് ഡിഫെക്റ്റ് ഫ്രീ ബിഫോർ പുട്ടിംഗ് ഇൻ ടു ഓപ്പറേഷൻ. മെത്തേഡ്സ് ടു ഇംപ്രൂവ് റിലയബിലിറ്റി ഓഫ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി എങ്ങനെയൊക്കെ കൂട്ടാം? 1 പാർട്സ് ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്, 2 എഫക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസൈൻ അപ്രോച്ച്, 3 ചോയ്സ് ഓഫ് ടെക്നോളജി, 4 സിസ്റ്റം സിംപ്ലിഫിക്കേഷൻ, 5 റിഡൻഡൻസി, 6 ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം, 7 പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് പോളിസീസ്. സോ ഫെയിലിയർ ആൻഡ് ഫെയിലിയർ റേറ്റ്സ്. ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ഓഫ് ചേഞ്ച് ഓഫ് ആണ്. എന്നുവെച്ചാൽ പ്രോപ്പർട്ടീസിൽ ഫുള്ളായിട്ട് ലോസ് വരുന്നതാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഫംഗ്ഷനിങ് ഉണ്ടെന്നിരിക്കുക, നമ്മൾ സീരീസിൽ കംപ്ലീറ്റ്ലി നിർത്തലാക്കിയൊരു സംഭവം, അപ്പോൾ അതിൻ്റെ അടുത്ത് ആ കമ്പോണൻറ്റ് ഫെയിൽ ആയെന്നാണ്. അപ്പോൾ അതൊരിക്കലും അതിൻ്റെ നമ്മൾക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ പെർഫോം ചെയ്യില്ല. Failure rate is a ratio of number of failures during a specified test intervals to the total test time of items undergoing a test. അപ്പോൾ അതിൻ്റെ ഇതാണ് വരുന്ന റേറ്റ് എത്രയാണ്, ഫെയിലിയർ റേറ്റിൻ്റെ ഫോർമുല. പിന്നെ ഫേസസ് ഓഫ് ഫെയിലിയർ ബാത്ത്-അപ്പ് കർവ്. വെൻ ഫെയിലിയർ റേറ്റ് ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ടൈം, ടൈമിനനുസരിച്ച് നമ്മൾ ഫെയിലിയർ റേറ്റ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ബാത്ത്-അപ്പ് കർവ് എന്ന് പറയുക. ബാത്ത്-അപ്പ് ഫെയിലിയർ റേറ്റ് കോൺസെപ്റ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് failure behaviors of many engineering items. The curve represents the observation with the lifespan of a population of products is comprised of 3 distinct parts: initial failure, random failure, and wear out failure. So initial failure or infant mortality are those failures which take place as soon as the device is put into operation. നമ്മുടെ ഡിവൈസ് നേരെ എടുത്ത് നമ്മൾ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങി അപ്പം തന്നെ ഉണ്ടാവുന്ന ഫെയിലിയർ ആണ് ഇനീഷ്യൽ ഫെയിലിയർ അല്ലെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് റാൻഡം ഫെയിലിയർ അല്ലെങ്കിൽ കാറ്റസ്ട്രോഫിക് ഫെയിലിയർ, സർവീസ് ഫെയിലിയർ. അപ്പോൾ ഇനീഷ്യൽ ഫെയിലിയർ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂവർ ഫെയിലിയേഴ്സ് ആർ റിപ്പോർട്ടഡ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ ദർ കോസ്, അങ്ങനത്തെ ഒരു ഇതിനാണ് കാറ്റസ്ട്രോഫിക് ഫെയിലിയർ എന്ന് പറയുന്നത്. ഫെയിലിയർ ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഈസ് കോൾഡ് റാൻഡം ഫെയിലിയേഴ്സ് ഓർ കാറ്റസ്ട്രോഫിക് ഫെയിലിയേഴ്സ്. വെയർ ഔട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ ടൈം കടന്നു പോകും തോറും ആ യൂണിറ്റ് അതിൻ്റെ കാലാവധി തീരുകയാണെങ്കിൽ അതിനാണ് നമ്മൾ വെയർ ഔട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഹസാർഡ് റേറ്റ്സ് നന്നായിട്ട് കൂടും ടൈമിനനുസരിച്ച്. അടുത്താണ് ലൈഫ് ടെസ്റ്റിംഗ്. ലൈഫ് ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് in order to assess the full useful working life of product. ഒരു പ്രോഡക്റ്റ് എത്രകൊണ്ട് കാലമാണ് അത് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് തരാന്ന്, അതാണ് ലൈഫ് ടെസ്റ്റിംഗ്. ലൈഫ് ടെസ്റ്റിംഗ് ഹെൽപ്പ് ടു ഡിസ്കവർ ദ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് വിത്ത് ദ ഡിസൈൻ ആസ് ഏർലി ആസ് പോസിബിൾ. എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ആണ് ഡിസൈനിലുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും ലൈഫ് ടെസ്റ്റിങ്ങിലൂടെ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേണിംഗ് ടെസ്റ്റിംഗ്, ടെസ്റ്റ് അണ്ടർ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ, ആക്സിലറേറ്റഡ് ലൈഫ് ടെസ്റ്റിംഗ്. ബേണിംഗ് ടെസ്റ്റിംഗ് ടെസ്റ്റ് ക്യാരിഡ് ഔട്ട് ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ എക്യുപ്മെന്റ് ഓപ്പറേഷണൽ അവേഴ്സ്, അതാണ് ബേണിംഗ് ടെസ്റ്റിംഗ്. ടെസ്റ്റ് അണ്ടർ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ. ഈ ടെസ്റ്റിൽ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷനിൽ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്.
കമ്പോണൻറ്റ് സബ്ജക്റ്റ് ശരിക്കുള്ള വർക്കിംഗ് കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്ര ഡ്യൂറേഷൻ നിൽക്കുന്നൊക്കെ നോക്കുന്നതാണ് ടെസ്റ്റ് ആൻഡ് ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ. ആക്സലറേറ്റഡ് ലൈഫ് ടെസ്റ്റിംഗ് ദ ടെസ്റ്റ് ആർ കണ്ടക്ട് അണ്ടർ സിവിയർ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ടു ക്വിക്ക് ഇൻ ദ പ്രൊഡക്റ്റിലെ ഫെയിലിയർ. പെട്ടെന്ന് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് സിവിയർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത്ര ഇത് വന്ന് മാക്സിമം ഇത് വന്ന് ഇങ്ങനെ ഇത് ഫെയിൽ ആവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പർപ്പസ് ഓഫ് ആക്സലറേറ്റഡ് എന്ന് വെച്ചാൽ ഇൻഡ്യൂസ് ഫെയിലിയർ മച്ച് ഫാസ്റ്റർ ഇപ്പോൾ പ്രൊവൈഡിങ് ഹാർഷർ ഇംപ്രൂവ്മെന്റ്. നമുക്ക് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് ആക്സലറേറ്റഡ് ലൈഫ് ടെസ്റ്റിംഗ്. പിന്നുള്ളത് അഫിനിറ്റി ഡയഗ്രാം. അഫിനിറ്റി ഡയഗ്രാം നമ്മളൊരു ടൂളാണ്. അതിൽ ഒരു data നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ സബ്സിക്വൻ്റ്ലി ഓർഗനൈസ് ദ ഡാറ്റ ഇൻ ടു ഗ്രൂപ്പിംഗ് ബേസ്ഡ് ഓൺ ദെയർ നാച്ചുറൽ ഇന്റർ റിലേഷൻഷിപ്സ്. അപ്പോൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ പല സ്റ്റെപ്സ് ഉണ്ട്. ആദ്യ സ്റ്റെപ്സ് വെച്ചാൽ 8 അല്ലെങ്കിൽ 8 മെമ്പർ ടീം ഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഓഫ് യുവർ പ്രോബ്ലം. അവരായിരിക്കും ഉണ്ടാവുക. മോഡറേറ്റർ ഫിക്സസ് ദ മീറ്റിംഗ് ആൻഡ് വെന്യൂ ടൈം. ഈച്ച് മെമ്പർ കംസ് ഔട്ട് വിത്ത് എ സൊല്യൂഷൻ. ഓരോ കാര്യം ഓരോ സൊല്യൂഷൻ പ്രോബ്ലത്തിന് ഇന്ന സൊല്യൂഷൻ അനുസരിച്ച് പുറത്ത് വരും. എന്നിട്ട് അവരുടെ ഐഡിയ ഒരു കാർഡിൽ എഴുതിയിട്ട് സ്റ്റിക്കി നോട്ട്സ് പോലെ പോസ്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അവരുടെ ഐഡിയ ഈസ് ഡിസ്കാർഡഡ് അറ്റ് ദി സ്റ്റേജ്. ആഫ്റ്റർ ഓൾ ദ മെമ്പേഴ്സ് ആർ പോസ്റ്റ്. എല്ലാവരും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടീം ഡിസ്കസ് ചെയ്തിട്ട് റിമൂവ് ദോസ് ഷീറ്റ്സ് ഓർ കാർഡ്സ് കണ്ടെയ്നിങ് ഐഡിയാസ് വിച്ച് ഐദർ മേ ബി ഡ്യൂപ്ലിക്കേറ്റ് ഐഡിയാസ് ഓർ മേ ബി ഡയറക്ട്ലി റെലവൻ്റ് അല്ലാത്തത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള ഇത് ഐഡിയാസ് റിമൂവ് ചെയ്ത്. അപ്പോൾ ഇന്ത്യ ടീമിനോട് കാറ്റഗറൈസ് ചെയ്തിട്ട് റിലേറ്റഡ് ഐഡിയാസ് വർക്ക് ചെയ്യും. അപ്പോൾ ഓരോ ഗ്രൂപ്പും ഒരു ലോജിക്കൽ ഗ്രൂപ്പ് നെയിം കൊടുക്കുകയാണ്. എന്നിട്ട് നൗ ഈച്ച് കാർഡ് ഈസ് പുൾഡ് ഔട്ട് ആൻഡ് പ്ലേസ്ഡ് അണ്ടർ എ ഗ്രൂപ്പ് ഡിപ്പെൻഡിങ് ഓൺ ദ അഫിനിറ്റി ഓഫ് ദ ഐഡിയ ഓഫ് ദ ഗ്രൂപ്പ്. ഒരു വാട്ട് ആർ ദ ഇഷ്യൂസ് ഡിലേഡ് ഷിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ഇഷ്യൂസാണ് വരാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് അഫിനിറ്റി ഡയഗ്രാം. ഡിലേഡ് ഷിപ്പിംഗ് പ്രോസസ് ഫ്ലോ ചാർട്ട് ഓർ ഫ്ലോ ചാർട്ട്. ഇതിൽ ഡയഗ്രാമാറ്റിക് വ്യൂ ഓഫ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഒരു സീക്വൻസ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് കാണിക്കുന്നതാണ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് യൂസ് ഫോർ ഡിസെപ്റ്റിംഗ് ദ പ്രോസസ് ഇൻ ഈസി അണ്ടർസ്റ്റാൻഡബിൾ. നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഫ്ലോ ചാർട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ടിൽ ഓരോ സിമ്പിൾസ് ആണ്. അപ്പോൾ ഓരോന്നിനും ഓരോ സിമ്പിൾസ് ഉണ്ട്, അത് നോക്കുക. ഫ്ലോ ചാർട്ടിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ. പിന്നെ ചെക്ക് ഷീറ്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ഫോർമാറ്റാണ്. അത് നമുക്ക് ഡാറ്റ എഫിഷ്യൻ്റ്ലി കളക്ട് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റാണ് ചെക്ക് ഷീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഡാറ്റാസ് ഓർഗനൈസ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും നമുക്ക് എളുപ്പമായിട്ട് പറ്റും. ഡാറ്റ സെൻറ്റഡ് ഇൻ ദ ഫോം വിത്ത് സിംപ്ലി ടാലി മാർക്കിൻ്റെ രൂപത്തിലായിരിക്കും നമ്മൾ ചെക്ക് ഷീറ്റ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഫിഗർ നോട്ട് ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. ബാർ ചാർട്ട് ഒരു ബാർ ഗ്രാഫ് നമുക്കറിയാം റെക്ടാങ്കുലർ ബാർസ് ആണ്. അത് ലെങ്ത് പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂസ് ദാറ്റ് ദേ റെപ്രസെന്റ്. ബാർസ് ആർ പ്ലോട്ടഡ് വെർട്ടിക്കലി ഹൊറിസോണ്ടലി. ബാർ ചാർട്ട് ആർ യൂസ്ഡ് ഫോർ plotting discrete data. Histogram is a graphical way of presenting a frequency distribution. Histogram is a specialized type of bar chart. Bar chart is a graph showing the number of data points failing in various ranges. Histogram is prepared by segmenting the data into equal size groups. So scatter diagram നമുക്ക് രണ്ട് വേരിയബിൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ് സ്കാറ്റർ ഡയഗ്രാം ഹെൽപ്സ് ഇൻ അനലൈസിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇൻ ദ എക്സ് ആക്സിസ് വി പ്ലോട്ട് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ദ വൈ ആക്സിസ് ദ എഫക്റ്റ് ഓഫ് ദ വേരിയബിൾ. ഇപ്പോൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അബൌട്ട് ദ ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ ഐറ്റം അറ്റ് വേരിയസ് പ്രൈസസ് വി മേ ഗെറ്റ് ദ ഡാറ്റ ആസ് എ ഗിവൺ ഇൻ ഫിഗർ. പാരറ്റോ ചാർട്ട്സ് നമ്മൾ ചില വൈറ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാനാണ് നോക്കുക, ഡിസ്പ്ലേ ചെയ്യാൻ. അത് ഒരു പ്രോബ്ലം കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ സാധനമാണ് പാരറ്റോ ചാർട്ട്. Concentrating on the major problems can eliminate the majority of problems. Pareto chart diagram can be indicates which problem should be ഏതാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടതാണ് കാണിക്കും. Steps in considering Pareto diagram. Create a list of categories under consideration. Then add this amount to determine the grand total for category. Determine percentage of grand total and cumulative percent of each category. Reorder the categories being compared, placing the one with the largest count first. Consider the vertical bar diagram beginning on the left with the highest percentage classification. Progress to the lowest ending. Plot the line showing the cumulative percentage. Analyze the chart. Analyze ചെയ്യാം. Pareto ചാർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നുള്ളതാണ് കോസ്റ്റ് എഫക്റ്റ് ഡയഗ്രാം. ചിലപ്പോൾ നമുക്ക് ഒരു പാർട്ട് ബിയിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്. കോസ്റ്റ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് ടൂളാണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യും, സോർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ പ്രോബ്ലം അല്ലെങ്കിൽ ക്വാളിറ്റി ക്യാരക്ടേഴ്സ് ആണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നതാണ് കോസ്റ്റ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. ഈസ് യൂസ് ടു എക്സ്പ്ലോർ ദ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിയൽ കോസ്റ്റ് ദാറ്റ് റിസൾട്ട് ഇൻ സിംഗിൾ എഫക്റ്റ്. പോസിറ്റീവ് ഔട്ട്കംസ് എന്തൊക്കെ ഔട്ട്കംസ് ആണ് വരിക, എഫക്റ്റ് എന്തൊക്കെയാണ്, അത് ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നതാണ് കോസ്റ്റ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. പിന്നെ Taguchi's robust design. This is meaning of robust design is to minimize the impact of variation in product. ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന വേരിയേഷനുള്ള ഇമ്പാക്റ്റ് കുറയ്ക്കാൻ നോക്കുന്നതാണ് റോബസ്റ്റ് ഡിസൈൻ. അത് നമ്മൾ അപ്രോപ്രിയറ്റ് കൺട്രോൾ ഫാക്ടേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാനും
ഡിസൈനിലുള്ളത് ഫൈൻഡ് ചെയ്യാനും ഒപ്പം തന്നെ എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് നമുക്ക് ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള വേരിയേഷൻ നമുക്ക് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുക അതൊക്കെ നോക്കുന്നതാണ് ടൈഗോജിസ് റോബോട്ട് ഡിസൈൻ. അപ്പോൾ ഇതിന് ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിസ്റ്റം ഡിസൈൻ ഇസ് കമ്പോസ് ട്രഡീഷണൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. Parameter design is the selection of the optimal condition so that the product is less sensitive to noise variables. Tolerance design approach and tolerance is the allowable variation in dimension. എത്ര വേരിയേഷൻ ഒരു ഡയമെൻഷൻ നമ്മളനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര കൊണ്ട് വേരിയേഷൻ വരാമെന്നുള്ളത് നമ്മൾ എടുക്കുന്നത്. അതിന് ജോമെട്രി ഓഫ് ഈച്ച് ഫീച്ചേഴ്സ് ഇൻ ദ പ്രോഡക്റ്റ്. പിന്നെ ഫെയിലിയർ മോഡ് എഫക്റ്റ് അനാലിസിസ് FMEA. ദ ഫെയിലിയർ മോഡ് ആൻഡ് എഫക്റ്റ് അനാലിസിസ് ഹാവ് ഡിഫറെൻറ്റ് ഡിഫറൻസ്. ഇത് ഒരു മെത്തഡോളജീസ് ആണ്. അത് എന്തിനാണ് നമ്മൾ ആ മെത്തഡോളജി ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഡിസൈൻ ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ഫെയിലിയർ മോഡ്സ് ഓഫ് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന് ഉണ്ടായേക്കാവുന്ന വരുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫെയിലിയർ മോഡ്സ് എന്തൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ബിഫോർ ദ പ്രോബ്ലം അത് ഉണ്ടാവുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ. അപ്പോൾ നമ്മൾ റിസ്ക് അസസ് ചെയ്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എളുപ്പമായിരിക്കും. So functions parameter analysis is highly effective method for carrying out analysis of failure of engineering system, both complex and simple. FMEA ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഒരു ബ്ലോക്ക് ഡയഗ്രം ഈസ് ക്രിയേറ്റഡ് ടു ഡിസ്ക്രൈബ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. എന്നിട്ട് ഒരു വർക്ക് ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് ഉണ്ടാവും സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ളത്, ഓരോ കമ്പോണൻസിൻ്റെ നെയിമും പിന്നെ അതിൻ്റെ എപ്പോഴാണ് നമ്മൾ റിവൈസ് ചെയ്തെന്നുള്ളതും അതൊക്കെ ആ വർക്ക് ഷീറ്റിലുണ്ടാവും. On this worksheet item, functions of the subject should be listed in a logical manner based on the block diagram. For step 1, severity. Determine all failure modes based on the functional requirement and their effect. Then effect of each failure mode, ഓരോ failure mode effect നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. Each effect is given in a severe. അതിന് ഒരു severity number കൊടുത്തു. S എന്ന് വെച്ചാൽ from 1 to 10. 1 എന്ന് വെച്ചാൽ ഡേഞ്ചർ ഇല്ല, 10 എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ആണെന്ന്. സോ രണ്ടാം സ്റ്റെപ്പിൽ occurrence. In this step, it is necessary to look at the cause of a failure mode and how many times it occurs. ഒരു failure mode is given an occurrence ranking O and again 1 to 10 വരെ നമ്മൾ റാങ്ക് ചെയ്യണം. Detection. In this step, current controls of the system and that prevents failure modes from occurring or ഏതൊക്കെ സിസ്റ്റമാണ് failure modes ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അത് നോട്ട് ചെയ്യും. And which detect the failure subject. Then a detection number D എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസൈൻ ചെയ്യും, which indicate the ability of planned test and instruction to remove defects or detect failure modes. അതാണ് ഇത്. പിന്നെ ബേസിക് റിസ്ക് പ്രയോറിറ്റി നമ്പർ ഈസ് കാൽക്കുലേറ്റ് മൾട്ടിപ്ലൈ. ആ മൂന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മൂന്നെണ്ണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള റിസ്ക് പ്രയോറിറ്റി നമ്പർ മെഷർ ചെയ്യും. പിന്നുള്ളത് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ്. So total productive maintenance refers to managing system for optimizing the productivity of a manufactured equipment through systematic equipment maintenance involving employees of all levels. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എല്ലാ എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മാനുഫാക്ചർ എക്യുപ്മെൻറ്റ് എല്ലാം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഒരു മാനേജിങ് സിസ്റ്റം രൂപീകരിക്കുകയാണ്. ആ രൂപീകരിക്കുന്ന മാനേജിങ് സിസ്റ്റം അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. അതാണ് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ്. TPM, just like TQM, everyone is involved in keeping the equipment in a good working condition. ആ ഒരു എക്യുപ്മെൻറ്റ് നല്ല വർക്കിംഗ് കണ്ടീഷനിൽ നോക്കി നടത്താൻ ബാധ്യസ്ഥരാണ്. ടു മിനിമൈസ് പ്രൊഡക്ഷൻ ലോസസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനിൽ നോക്കണം. ഫ്രം എക്യുപ്മെൻറ്റ് റിപ്പയർസ് അങ്ങനെ പല കാര്യങ്ങളും. സോ ഗോൾ ഓഫ് TPM, ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ്, ഈസ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഒപ്പം തന്നെ എംപ്ലോയീസിൻ്റെ മൊറാലും ജോബ് സാറ്റിസ്ഫിക്കേഷനും കൂട്ടുക. സോ ഈ മൊഡ്യൂൾ ഇത്ര ഉള്ളൂ. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എന്തൊക്കെയോ കമൻസിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് എന്താണ് ഫ്യൂച്ചർ, നമുക്ക് വേറെ എന്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. നമ്മൾ മാക്സിമം എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഓരോരോ ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ അതും ഇതിൽ വീഡിയോയിൽ നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നതാണ്. അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവും. സോ അതൊന്നും കാണുക. സോ ദാറ്റ്സ് ഇറ്റ്. അത്ര തന്നെ. ഇനി അടുത്ത മൊഡ്യൂളും കൂടി ഉണ്ടാവും, അതും അടിയിലുണ്ടാവും. അതും നിങ്ങൾ പോയി കണ്ടുനോക്കുക, എല്ലാം സെറ്റാകും.